തണ്ണീർക്കൊമ്പൻ ഇന്നലെ രാത്രി ബന്ദിപ്പൂരിൽ വെച്ച് ചെരിഞ്ഞു. വയനാട് മാനന്തവാടിയെ ഭീതിയിൽ നിർത്തിയ 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് തണ്ണീർക്കൊമ്പനെ അവർ ടാങ്ക്ലൈസർ ഉപയോഗിച്ച് മയക്കി ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയത്. ഇന്നലെ രാവിലെ വെളുപ്പിനെ 5:30 മണിക്ക് കോടമഞ്ഞ് സമയത്ത് പള്ളിയിൽ പോയ ഒരു നാട്ടുകാരനും അമ്മയും തങ്ങളുടെ മുന്നിൽ കൂടെ കോടമഞ്ഞ് കൂടെ അവരൊരു ദൃശ്യം കണ്ടു. ഒരു ആന നടന്നു പോകുന്നത്. അവർ പേടിച്ച് മടങ്ങി അടുത്ത വീട്ടിൽ കയറി. അങ്ങനെ ആ മാനന്തവാടി ടൗണിൽ ചുറ്റുവട്ടത്ത് ഇവൻ കറങ്ങാൻ തുടങ്ങി. വെളുപ്പിനെ 5:30 മണി മുതലാണ് ഇത് കാണുന്നത്. ഏതായാലും ജനങ്ങൾ കോടമഞ്ഞ് മാറി അറിഞ്ഞു തുടങ്ങിയപ്പം കുട്ടികളൊക്കെ രാവിലെ തന്നെ സ്കൂളിലേക്ക് തിരിച്ചു പോയിരുന്നു. മാനന്തവാടി ടൗണിന് ചുറ്റും അവിടെ ടൗൺഷിപ്പാണ്. അതിൻ്റെ നടുക്ക് ഒരു 4-5 ഏക്കർ താഴ്ന്ന പ്രദേശമുണ്ട്, വയലാണ്. അവിടെയാണ് ഇവനെ കണ്ടത്. അവിടെ ഏകദേശം 10,000 ഏത്തവാഴ തയ്യെ വളർന്നു നിൽക്കുന്ന കണ്ടു. അതിൻ്റെ ഇടയിൽ കൂടെ കയറി കുന്നി കയറി ഇറങ്ങി അവനങ്ങനെ തിന്ന് ശാന്തനായിട്ട് അവിടെ നിൽക്കുന്നു. എങ്കിലും തോന്നിയ വഴിക്കൂടെയൊക്കെ നടക്കാൻ തുടങ്ങി. ടൗണിലേക്ക് കയറും, വീണ്ടും ഇറങ്ങും. അങ്ങനെ പൊതുവായി ഒരു അങ്കലാപ്പ് മാനന്തവാടി നിവാസികളിലുണ്ടായി. പലരും വീട്ടിൽ തന്നെയായി. രേണു രാജ് കളക്ടർ 144 പ്രഖ്യാപിച്ചു. ആരും വെളിയിൽ ഇറങ്ങരുത്, ആന എതിലേ വേണേൽ ഓടി വരാം, അപകടം ഉണ്ടാവും, എല്ലാവരും വീട്ടിൽ തന്നെ ഇരുന്നോണം. സ്കൂൾ കുട്ടികളെ അവർ സ്കൂളിൽ പോയിട്ട് കോളേജിൽ പോയിട്ടുണ്ടെങ്കിൽ അവരവിടെ തന്നെ കാണണം, പറഞ്ഞിട്ടല്ലാതെ അവർ വെളിയിൽ ഇറങ്ങരുത്, അപകടം വിളിച്ചു വരുത്തും. ഏതായാലും പോലീസ് ഉണർന്നു, കളക്ടറും സംഘവും ഉണർന്നു. ആനയെ തളയ്ക്കാനുള്ള പരിപാടി നോക്കി വിജയിച്ചില്ല. ആനയെ ബന്ദിപ്പൂർ കാട്ടിലേക്ക് മടക്കി അയക്കാനുള്ള പരിപാടികൾ നോക്കി. വെടി പൊട്ടിച്ച് അവനെ ശ്രദ്ധ തിരിച്ച് ചില വഴി കൂടെയൊക്കെ അവൻ വന്ന വഴി പകുതി ദൂരം വന്നിട്ട് പിന്തിരിഞ്ഞ് നടന്നു. അങ്ങനെ തണ്ണീർക്കൊമ്പൻ ഒരു പ്രശ്നമായി വന്നപ്പം CCF അവനെ മയക്കുവെടി വെക്കാൻ ഉത്തരവിട്ടു. ആനയെ വാച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഒരു റേഡിയോ കോളർ അവനെ ഉണ്ട്. ആ റേഡിയോ കോളർ ബന്ദിപ്പൂരിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവിടെ പ്രശ്നം ഉണ്ടാക്കിയപ്പം അവനെ തളച്ച് റേഡിയോ കോളർ ഇട്ടു. അവൻ്റെ മൂവ്മെൻറ്റ് അവർ നോക്കിക്കൊണ്ടിരുന്നു. ഏതായാലും ബന്ദിപ്പൂരിൽ നിന്ന് ഏകദേശം 10-60 കിലോമീറ്റർ അകലെ അവനിപ്പോൾ എത്തിയിരിക്കുന്നത് വയനാട് മാനന്തവാടിയിലാണ്. അവിടുന്ന് ഏകദേശം പുഴയുടെ തീരത്തേക്ക് 15-20 കിലോമീറ്റർ വരും. അവൻ ആ പുഴ നീന്തി കടന്നായിരിക്കണം വന്നിരിക്കുന്നത് എന്നാണ് കണക്കുകൂട്ടൽ. ഏതായാലും മാനന്തവാടിയിൽ നിന്ന് ഗൂഡല്ലൂർ വഴിയാണ് നമ്മൾ ബന്ദിപ്പൂർ മൈസൂരിലേക്ക് പോകുന്നത്. ആ ബന്ദിപ്പൂർ വനം 10-30 കിലോമീറ്ററോളം റോഡ് വനത്തിൽ കൂടെ തന്നെ നമ്മൾ സഞ്ചരിക്കണം. ടാറിട്ട റോഡാണെങ്കിലും നമുക്ക് ആ ബന്ദിപ്പൂർ വനമേഖലയിലെ റോഡിൽ എപ്പോഴും മാനും അവിടെ കാട്ടുപന്നിയും കുരങ്ങും ഒക്കെ നമ്മൾ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാ മൃഗങ്ങളും അവിടെ ഉണ്ട്. അവിടെ നിന്നാണ് ഈ തണ്ണീർക്കൊമ്പൻ്റെ വരവെന്നാണ് മനസ്സിലാകുന്നത്. അത് അവിടുത്തെ ഫോറസ്റ്റ് അധികൃതർ പറഞ്ഞു. ബന്ദിപ്പൂർ വനത്തിലുള്ളതാണ്. ആ റേഡിയോ കോളർ ഇട്ടിട്ടുണ്ട്. അവർ നിരീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്തായാലും അവനെ തളച്ചത്, അവനെ ഒരു ട്രാങ്ക്ലൈസർ കൊടുത്തിരുന്നു. അതിന് ശേഷമാണ് അവന് ഈ റേഡിയോ കോളർ ധരിപ്പിച്ച് വിട്ടത്. നമുക്കറിയാം ഈ ട്രാങ്ക്ലൈസർ അവന് ഏകദേശം 20 ദിവസം മുമ്പ് കൊടുത്തിരുന്നു. അത് കാർഫെൻറ്റാനിൽ എന്ന് പറഞ്ഞ ഒരു ട്രാങ്ക്ലൈസറാണ് സാധാരണ 2 ടണ്ണ് 3 ടണ്ണ് വലിപ്പമുള്ള ആനിമൽസിന് കൊടുക്കുന്നത്. 0.1 മില്ലിഗ്രാമാണ് സാധാരണഗതിയിൽ കൊടുക്കുന്നത്. ചൈനയിലും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഫെൻറ്റാനൈൽ എന്നാണ് ചൈനയിൽ പറയുന്നതെങ്കിലും കാർഫെൻറ്റാനിൽ തന്നെയാണ് അതും എന്നാണ് പൊതുവെ പറയുന്നത്. ഏതായാലും 0.1 മില്ലിഗ്രാം സഫിഷ്യൻ്റാണ് ഒരു ആനയ്ക്ക്. പക്ഷേ 20 ദിവസം മുമ്പ് 0.1 മില്ലിഗ്രാം കാർഫെൻറ്റാനിൽ എന്ന ട്രാങ്ക്ലൈസർ ബന്ദിപ്പൂരിലെ അവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇവനെ ദേഹത്ത് കൊടുത്തിട്ടുണ്ട്. അത് ദേഹത്തുണ്ട്, അതിൻ്റെ അംശങ്ങളും ഉണ്ട്. ആ ട്രാങ്ക്ലൈസറിൻ്റെ എഫക്റ്റ് കുറേ ഉണ്ടാവും. അവൻ അവിടെ വിട്ടു. ലെവലില്ലാതെ പോന്നിരിക്കാം. ഇവിടുത്തെ ആ നടപ്പ് കണ്ട് കുറച്ച് കഴിഞ്ഞപ്പം വയലൻ്റായി. ആ ഏരിയ വിട്ട് പോകുന്നില്ല. എന്തോ അസ്വസ്ഥത അവനുണ്ടെന്ന് തന്നെ അവനറിയാം. ആ ട്രാങ്കുലൈസർ കഴിച്ച ശേഷം അവൻ്റെ കഴുത്തിൽ ആ റേഡിയോ കോളർ ഇട്ടതിന് ശേഷം അവൻ അസ്വസ്ഥനാണ്. അങ്ങനെയാണ് അവൻ കേരളത്തിലേക്ക് എത്തിയെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഒരു 20 ദിവസം മുമ്പ് ഒരു ട്രാങ്ക്ലൈസർ 0.1 മില്ലിഗ്രാം കൊടുത്താൽ
വീണ്ടും കൊടുക്കാമോ? അത് വലിയൊരു പ്രസക്തമായ ചോദ്യമാണ്. പക്ഷേ ട്രാങ്കുലൈസറും സെഡേഷനും തമ്മിൽ രണ്ടും രണ്ടാണ്. അപ്പോൾ ഈ ട്രാങ്കുലൈസർ കൊടുത്തതിന് ശേഷം അവനൊരു സെഡേഷൻ കൊടുത്ത് മയക്കി ഈ വാഹനത്തിൽ കൊണ്ടുപോകുന്നതായിരുന്നു നല്ലതെന്നായിരുന്നു എനിക്ക് തോന്നുന്നു. അതിനകത്ത് വെറ്ററിനറി ഡോക്ടർമാർക്ക് പിഴവ് പറ്റിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ബന്ദിപ്പൂരിൽ ഇവനെ ഇവിടുന്ന് പിടിച്ച് ട്രാങ്കുലൈസർ കൊടുത്ത് ഇവനെ മയക്കി ഇവനെ ലോറി കയറ്റി കുങ്കിയാനകളെ 2 പേരുടെ സഹായത്തോടെ അവൻ ഈസിയായിട്ട് ലോറി കയറി ബന്ദിപ്പൂർ ചെന്ന് അവിടെ ഇറക്കാൻ തുടങ്ങിയപ്പോൾ രാത്രിയിൽ അവനെ ലോറിക്കകത്ത് കുഴഞ്ഞു വീണു. അവനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ചെരിഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ഈ എലിഫൻറ്റ് ട്രാങ്കുലൈസറിന് അത് സാധാരണ ഈ ട്രാങ്കുലൈസർ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഡെഡ്ലിയസ്റ്റായ മരുന്ന് തന്നെയാണ്. അത് ആനയുടെ ആ വീർത്തിയൊക്കെ അങ്ങ് നിൽക്കും, അതിൻ്റെ ശ്വാസം മെല്ലെയാക്കും. ഓക്സിജൻ്റെ അളവ് കുറയുന്നതുകൊണ്ടാണത്. അപ്പോൾ അത് കഴിഞ്ഞ് ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ആനയ്ക്കായാലും നമുക്കായാലും ശരി സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ പ്രവർത്തനവും കുറയും. ഇവിടെ അത് സംഭവിച്ചിരിക്കുന്നു ആനയ്ക്ക്. അതിൻ്റെ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു. ആ ട്രാങ്കുലൈസർ കൊടുത്തു 0.1 മില്ലിഗ്രാം കൊടുത്തു കഴിഞ്ഞ് 20 ദിവസത്തിന് അടുത്ത ട്രാങ്കുലൈസർ കൊടുത്താൽ ആന ചെയ്യും. അതൊരു പ്രാഥമിക ലെസനാണ്. പക്ഷേ അതിന് പകരം ഈ ആന ആ ട്രാങ്കുലൈസറിൻ്റെ എഫക്റ്റിൽ കുറച്ച് ദിവസം കൂടെ പോകും. ഒരു മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എലിഫൻറ്റ് ട്രാങ്കുലൈസർ ഇഞ്ചെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ 15 മിനിറ്റിനകം അതൊരു ഒരു ട്രാങ്കുലൈസർ മൂഡിലേക്ക് വരും. അതിനുശേഷം അതിൻ്റെ എഫക്റ്റ് ഏകദേശം 45-50 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ വരെ നീങ്ങി കഴിഞ്ഞാൽ വീണ്ടും അവൻ നോർമലാവും. അവൻ വയലൻ്റ് ആകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ ഈ ട്രാങ്കുലൈസർ കൊടുത്തതിന് ശേഷം ഏകദേശം 20 ദിവസത്തിന് അകമാണ് അടുത്ത ട്രാങ്കുലൈസർ 0.1 മില്ലിഗ്രാം കൊടുക്കുന്നത്. അതാണ് ഡെഡ്ലിയസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ശ്വാസം മെല്ലെയാകുമെന്നാണ് അതിൻ്റെ എഫക്റ്റ്. അത് തന്നെയല്ല, അതിൻ്റെ ഓക്സിജൻ്റെ അളവ് കുറയും ശരീരത്തിൽ. പിന്നെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ അതിൻ്റെ ബ്രെയിൻ സിസ്റ്റത്തിനുമൊക്കെ പ്രശ്നങ്ങൾ ഡെവലപ്പ് ചെയ്യും. മനുഷ്യനാണെങ്കിലും അങ്ങനെ തന്നെ. പക്ഷേ അതിന് പകരം ഈ ട്രാങ്കുലൈസറിന് പകരം ഒരു ഡ്രഗ്സിൻ്റെ അല്ലെങ്കിൽ സെഡേഷൻ്റെ മരുന്ന് കൊടുത്താൽ കുറച്ചുകൂടെ എഫക്റ്റ് കുറയും. ഹൈപ്പോനോസിസ് എന്ന് പറഞ്ഞ നമുക്ക് ആന വെപ്രാളപ്പെടുന്നത് ഇല്ലാതാക്കും. സെഡേഷനിലാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഇല്ലാതാക്കും എന്നാണ് പറയുന്നത്. അതിൻ്റെ ആങ്സൈറ്റി കുറയും. അപ്പോൾ അതുകൊണ്ട് അത് വലിയ കുഴപ്പമുണ്ടാക്കാതെ അവിടെ നിൽക്കും. അല്പം ക്വിക്കിലായിരിക്കുമെന്നേ ഉള്ളൂ. ആ സമയത്ത് അതിനെ പിടിച്ച് കയറ്റിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അത് മരണമടയില്ലായിരുന്നു എന്നാണ്. എന്തായാലും കേരളത്തിലെ വെറ്ററിനറി ഡോക്ടർമാരും ബന്ദിപ്പൂരിലെയും കൂടെ ചേർന്നിട്ട്, കാരണം 2 പേരും ഇഞ്ചെക്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ഒരു പോസ്റ്റ്മോർട്ടം നടത്തും. അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമുക്കറിയാം. ജോയിൻറ്റ് പോസ്റ്റ്മോർട്ടത്തിന് അവർ തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ വകുപ്പ് മന്ത്രി ഇതേപ്പറ്റി പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആനസ്നേഹികളിലും വൈൽഡ് ലൈഫിനെ സ്നേഹിക്കുന്നവർക്കൊക്കെ പ്രതിഷേധമുണ്ട് ഇക്കാര്യത്തിൽ. കേരളത്തിൽ ഈ ആനയെ അവർക്ക് കുറച്ചുകൂടെ ക്ഷമ കാണിച്ചിരുന്നു. എന്തായാലും വയനാട് നിവാസികളും പ്രത്യേകിച്ച് മാനന്തവാടിയിലുള്ളവരെല്ലാം വളരെയധികം ഭീതിയിലായിരുന്നു. എങ്കിലും അവൻ വന്ന വഴി പകുതി ദൂരം പോയിട്ട് അവൻ തിരിച്ചിറങ്ങി. അതേ വഴിയിൽ പടക്കം പൊട്ടിച്ചുമൊക്കെ അവനെ ഉന്തിത്തള്ളി അപ്പുറത്തോട്ട് വിടാമായിരുന്നു. ഒരു ആന ചെരിയാതിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് ഉപയോഗിച്ച മരുന്ന് അവിടെ ഉപയോഗിച്ചതും ഇവിടെ ഉപയോഗിച്ചതും സെയിം തന്നെ. അത് പാടില്ലായിരുന്നു. അതിന് പകരം സെഡേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കൊടുത്താൽ അത് അത്രത്തോളം 0.1 മില്ലിഗ്രാം കൊടുക്കാതെ തന്നെ ചെറിയൊരു ഡോസേജിൽ തന്നെ കാര്യം നടത്തിക്കൊണ്ട് പോകാം. അതൊരു ഫെയിലിയർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവിടുത്തെ വെറ്ററിനറി ഡോക്ടർമാർ ബന്ദിപ്പൂരിൽ എന്ത് കൊടുത്തു, എത്ര ദിവസം മുമ്പ് കൃത്യമായിട്ട് അതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. എന്നതിന് ശേഷവും ഇങ്ങനെ ഒരു ട്രാങ്കുലൈസർ കൊടുക്കാമോ? അത് അവരുടെ പഠനത്തിൻ്റെ ഭാഗമാണ്. ഡെത്താവും. മനുഷ്യനും ഇങ്ങനെയൊക്കെ തന്നെയാണ് പ്രശ്നങ്ങൾ. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ പരിശോധന ഉണ്ടാകും, ഒരു അന്വേഷണം ഉണ്ടാകണം.